ഹായ് ഫ്രണ്ട്സ്, ഇത് തയ്യാറാക്കുന്നത് ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ തയ്യാറാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതൊന്ന് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഇതൊരു 1/4 ഭാഗം മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ളതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10-20 ഉണക്കമുന്തിരി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് വറ്റി വരുന്ന സമയത്ത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു ടീസ്പൂൺ പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടിച്ചതിട്ട് കൊടുത്ത് ഒരു 3 പ്രാവശ്യം അരിച്ച ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി ഡ്രൈ ആയി മിക്സി ജാറിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചതും പിന്നെ ഒരു അരക്കപ്പ് പഞ്ചസാരപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം ജസ്റ്റ് അടിച്ച ശേഷം ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച മൈദ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ കാരമലും ക്യാരറ്റും പിന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂസ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സെറ്റ് ചെയ്യുന്ന കേക്ക് ടിന്നിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച ശേഷം ഒരു 3-4 പ്രാവശ്യം ടാപ്പ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാനിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 50 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്ക് റെഡിയായി. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.